ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ് കേട്ടോ. ബേസിക് സയൻസ് 6th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ 7ാമത്തെ ചാപ്റ്റർ ആണ് ദ വേൾഡ് ഓഫ് ചേഞ്ചസ്. ദ വേൾഡ് ഓഫ് ചേഞ്ചസ് ഇത് ഇംഗ്ലീഷ് മീഡിയംകാരുടെ ആണ്. മലയാളം മീഡിയംകാരുടെ നമ്മളുടെ ചാനൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഫുൾ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും അതുപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മുടെ ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇംഗ്ലീഷ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. The world of changes. Was it such an egg that turned into me? ഇതുപോലൊരു മുട്ടയാണോ ഞാനായിട്ട് മാറിയത് എന്നാണ് ഈ കോഴിക്കുഞ്ഞ് വിചാരിക്കുന്നത്. Didn't you notice the picture? What a cute chick. Do you know how this chick came out? Wasn't it hatched from an egg? For an egg to hatch and become a chick, many changes must have occurred within the egg. അപ്പോൾ ഒരു മുട്ട വിരിഞ്ഞ് ഒരു കോഴിക്കുഞ്ഞാവണമെങ്കിൽ അതിനുള്ളിൽ വളരെയധികം ചേഞ്ചസ് നടന്നിട്ടുണ്ടാവും അല്ലേ, മാറ്റങ്ങൾ. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് മാറ്റങ്ങളെക്കുറിച്ചാണ്. ഫിസിക്കൽ ചേഞ്ചിനെ കുറിച്ചും കെമിക്കൽ ചേഞ്ചിനെ കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. വാട്ട് ചേഞ്ചസ് ഡു യു നോട്ടീസ് ഇൻ ഈച്ച് പെയർ? അപ്പോൾ ഈ ചിത്രങ്ങൾ നോക്കൂ, ഓരോന്നിലും എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്. ആദ്യം ഇവിടെ ശർക്കര തന്നിട്ടുണ്ട് അല്ലേ, ജാഗരി. അത് ക്രംബിൾസ് ചെയ്തു. അടുത്തത് ബീൻ സീഡാണ്, അത് മുളയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ജെർമിനേറ്റ്സ്. അടുത്തത് മേഘങ്ങളാണ്, ക്ലൗഡ് എന്തായി മാറി, ട്രാൻസ്ഫോംസ് ഇൻ ടു റെയിൻ, മഴയായി പെയ്തു. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഫോർ സിമിലർ ചേഞ്ചസ്. റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. മാംഗോ റൈപ്പൻസ് ആണ്, നമ്മുടെ ചുറ്റും കാണുന്ന മാറ്റങ്ങളാണ്. അതേപോലെ ഐസ് ഉരുകുന്നു, മെൽറ്റ് ആവുന്നു. ഇരുമ്പ് തുരുമ്പിക്കുന്നു. അയൺ റസ്റ്റിംഗ്, ലീവ്സ് ഡ്രൈയിങ്, വെറ്റ് ക്ലോത്hes ഡ്രൈയിങ്. ഇനി ചേഞ്ചസ് ആർ മെനി. ഒബ്സർവ് സം ഹാൻഡിക്രാഫ്റ്റ്സ് മെയ്ഡ് ഫ്രം വാക്സ് ആൻഡ് പേപ്പർ. ആർൻറ്റ് യു ഇൻട്രസ്റ്റഡ് ഇൻ മേക്കിംഗ് സച്ച് ഹാൻഡിക്രാഫ്റ്റ്സ്? ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഇത് നമ്മൾ കൈകൊണ്ട് ചെയ്യണ കുറച്ച് ഹാൻഡിക്രാഫ്റ്റ് ആണ്. ഇത് ഇവരിവിടെ വാക്സും പേപ്പറും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ മെറ്റീരിയൽസ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കളർ ക്ലേ, കളർ പേപ്പർ, ചാർട്ട് പേപ്പർ, ബീഡ്സ്, സിസേഴ്സ്, സ്കെച്ച് പെൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാം. യൂസിങ് ദ മെറ്റീരിയൽസ് പ്രൊവൈഡഡ്, ട്രൈ ടു മേക്ക് ദ ഒബ്ജെക്ട് ഷോൺ ഇൻ ദ പിക്ചർ, ഡിസ്പ്ലേ ദം ഇൻ ദ ക്ലാസ്. വാട്ട് ചേഞ്ചസ് ഹാവ് ഒക്കേർഡ് ടു ഈച്ച് ഓഫ് ദ മെറ്റീരിയൽസ് യു യൂസ്ഡ്? അപ്പോൾ കളർ ക്ലേക്ക് എന്ത് സംഭവിക്കും? ഷേപ്പ് മാറും, ഷേപ്പ് ചേഞ്ചസ്. കളർ പേപ്പറിനാണെങ്കിലോ ഷേപ്പ് ചേഞ്ചസ്. ചാർട്ട് പേപ്പർ ആണെങ്കിലോ ഷേപ്പ് ആൻഡ് കളർ ചേഞ്ചസ്. ഇൻ ദ കേസ് ഓഫ് എ കളർ ക്ലേ, വാസ് ഇറ്റ് the substance or its shape that changed? കളർ ക്ലേയിൽ അതിൻ്റെ സബ്സ്റ്റൻസ് മാറിയോ അല്ലെങ്കിൽ ഷേപ്പ് ആണോ മാറിയത്? ആ പദാർത്ഥത്തിന് മാറ്റമില്ല അല്ലേ, കളർ ക്ലേ തന്നെയാണല്ലോ, ഷേപ്പാണ് മാറുന്നത്. ഓൺലി ദ ഷേപ്പ് ചേഞ്ചസ്. വാട്ട് ചേഞ്ചസ് ഒക്കേർഡ് വെൻ ഹാൻഡിക്രാഫ്റ്റ്സ് വർ മെയ്ഡ് യൂസിങ് ചാർട്ട് പേപ്പർ ആൻഡ് കളർ പേപ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചാർട്ട് പേപ്പറും കളർ പേപ്പറും ആണെങ്കിൽ അതിന് എന്താ സംഭവിച്ചത്? അതേപോലെ തന്നെയാണ്, അതിൻ്റെ ഷേപ്പാണ് മാറിയത് അല്ലേ. സോ ഇനി നമുക്ക് അടുത്ത് ചേഞ്ച് ഇൻ ഷേപ്പാണ്. നമുക്ക് അവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾ നോക്കൂ, അത് ഞാൻ വായിക്കുന്നില്ല, അതിന് തുടർന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ തണ്ണിമത്തനും മരക്കഷ്ണവും ബോട്ടിലും പൈപ്പും ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. എന്ത് നോക്കാം കേട്ടോ, എന്താ സംഭവിക്കണമെന്ന് നോക്കൂ. ആദ്യത്തെ ഈ വാട്ടർ മെലോൺ എന്തായിട്ടാണ് മാറിയത്? പീസസ് ആയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക? കട്ടിങ് വാട്ടർ മെലോൺ ഇൻ ടു പീസസ്. അടുത്തത് മരക്കഷ്ണം എന്തായി മാറി? ചെയറാക്കി മാറ്റി. മേക്കിംഗ് ചെയർ യൂസിങ് വുഡ്. അടുത്തത് എക്സ്പാൻഡിങ് പ്ലാസ്റ്റിക് പൈപ്പ് ബൈ ഹീറ്റിംഗ്. ഈ പ്ലാസ്റ്റിക് പൈപ്പ് ഹീറ്റ് ചെയ്തിട്ട് എന്തുണ്ടാക്കി? പ്ലാസ്റ്റിക് പൈപ്പ് ഹീറ്റ് ചെയ്തുകൊണ്ട് എക്സ്പാൻഡ് ചെയ്തു, വികസിപ്പിച്ചു. അടുത്തത് ഗ്ലാസ് ബോട്ടിൽ വാസ് ബ്രോക്കൺ ഇൻ ടു പീസസ്. ആ ഗ്ലാസ് ബോട്ടിൽ പീസസ് ആയി മാറി. ഇനി ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. ഹാവൻറ്റ് യു ലേൺഡ് ദ ചേഞ്ചസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് വാട്ടർ ഇൻ ദ പ്രീവിയസ് ക്ലാസ്? ട്രൈ ടു റൈറ്റ് ദം. നമുക്ക് മഴേൻ്റെയാണ്, മഴയല്ല. റൈറ്റ് ദ സിറ്റുവേഷൻ വെർ നേച്ചർ ആൻഡ് അതർ ലിവിങ് ഓർഗാനിസം മേക്ക് യൂസ് ഓഫ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ ഒരുപാട് സ്റ്റേജസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, ഒരുപാട് സ്റ്റേറ്റ്സ്, അത് ഐസായിട്ടും വാട്ടർ ആയിട്ടും ഒക്കെ. അപ്പം നമുക്ക് നോക്കാം. ഫോർമേഷൻ ഓഫ് റെയിൻ, നമുക്കറിയാം വെള്ളം തന്നെയാണ് മഴയായി പെയ്യുന്നത്. അടുത്ത് സ്നോഫോൾ, മഞ്ഞ് വീഴ്ച, അതും വെള്ളമാണ്. വാട്ടർ വേപ്പർ ഫ്രീസസ് ഇൻ ടു ഐസ് ക്രിസ്റ്റൽസ് ആൻഡ് ഫോൾസ് as snow. ഐസ് ഇൻ പോളാർ റീജിയൻസ്, ധ്രുവപ്രദേശങ്ങളിലെ ഐസ്. ഫ്രീസിംഗ് വാട്ടർ ഫോംസ് ഐസ്. ഗ്ലേസിയേഴ്സ് മെൽറ്റിംഗ്, അതായത് മഞ്ഞുമലകൾ ഉരുകുന്നത്. മെൽറ്റിംഗ് ഐസ് പ്രൊവൈഡ്സ് ഫ്രഷ് വാട്ടർ ടു റിവേഴ്സ് ആൻഡ് സ്ട്രീംസ്. ഇനി വെൻ ദ സ്റ്റേറ്റ് ഓഫ് വാട്ടർ ചേഞ്ചസ്, ഈസ് ദർ എനി ചേഞ്ച് ഇൻ വാട്ടർ ആസ് എ സബ്സ്റ്റൻസ്? ഡിസ്കസ്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഓഫ് വാട്ടർ ചേഞ്ച് ആകുമ്പോൾ സബ്സ്റ്റൻസിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഐസും വാട്ടർ വേപ്പറും ആണ്. അപ്പോൾ വെള്ളത്തിനെ നമ്മൾ തണുപ്പിക്കുമ്പോൾ അത് ഐസായിട്ടും വെള്ളത്തിനെ നമ്മൾ ചൂടാക്കുമ്പോൾ അത് വാട്ടർ വേപ്പറും ആയിട്ടാണ് മാറുക കേട്ടോ.
ഇനി നമുക്ക് ഷേപ്പ്, സൈസ് ആൻഡ് സ്റ്റേറ്റ്സ് ആർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസസ്. കൺസിഡർ ദ സിറ്റുവേഷൻ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. മേക്കിംഗ് വേരിയസ് ഷേപ്സ് യൂസിങ് ക്ലേ, മേക്കിംഗ് ഷെയർ യൂസിങ് വുഡ്, cutting watermelon into pieces, converting water into ice, expanding plastic by heating. ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇതെല്ലാം ഏത് തരത്തിലുള്ള ചേഞ്ചസ് ആണ്? ഫിസിക്കൽ ചേഞ്ച് ആണ് അല്ലേ? അതായത് അതിൻ്റെ ഭൗതിക രൂപത്തിന് മാത്രമാണ് മാറ്റം വരുന്നത്. സോ ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നു. ഇനി അടുത്തത് നമുക്ക് മെഴുകാണ്. നമ്മൾ മെഴുകുതിരിയൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി, മെഴുക്. അപ്പോൾ ആ വാക്സ് മെൽറ്റ് ആവുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ക്യാൻഡിൽ എടുത്തു, മെഴുകാണല്ലോ മെഴുകുതിരി, ക്യാൻഡിൽ ഒരു സോളിഡ് ആണ് അല്ലേ? ആണ്. കട്ട് എ ക്യാൻഡിൽ ഇൻടു സ്മോൾ പീസസ്, അതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കൂ. നൗ വാട്ട് ചേഞ്ച് അക്കോർഡിംഗ് ടു ദ വാക്സ്? വാക്സിന് എന്ത് ചേഞ്ച് വന്നു? അപ്പോഴും സോളിഡ് തന്നെയാണ്, ഷേപ്പ് ജസ്റ്റ് മാറുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഇസ് ഇൻ ദ വാക്സ് സ്റ്റിൽ ഇൻ ദ സെയിം സ്റ്റേറ്റ്? യെസ്. നമ്മളിപ്പോൾ ഒരു മെഴുകുതിരി എടുത്ത് അതിന് തുണ്ടാക്കിയാലും അത് സോളിഡ് ആയിട്ട് തന്നെയല്ലേ നിൽക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് എടുക്കുന്നു. ടേക്ക് എ സ്മോൾ പീസ് ഓഫ് വാക്സ് ഇൻ എ സ്പൂൺ ആൻഡ് ഹീറ്റ് ഇറ്റ്. ഒരു സ്പൂണിൽ കുറച്ച് മെഴുകെടുത്തിട്ട് അതിന് ചൂടാക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? അത് ഉരുകും, അത് ലിക്വിഡിലേക്ക് മാറുന്നു അല്ലേ? അപ്പം ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ഇവിടെ നോക്കാം. കട്ടിംഗ് വാക്സ് ഇൻ ടു പീസസ്, ഹീറ്റിംഗ് വാക്സ്, കൂളിംഗ് മോൾട്ടൻ വാക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. അപ്പോൾ വാക്സിന് പീസസ് ആക്കുമ്പോൾ സൈസും ഷേപ്പും ചേഞ്ച് ആവണം, പക്ഷെ സോളിഡ് തന്നെ ആയിരിക്കും അത്. ഇനി അതിനെ ഒന്നും കൂടി ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ വാക്സ് ഉരുകാൻ തുടങ്ങും, അപ്പോൾ ലിക്വിഡായി മാറും. ഇനി വീണ്ടും നമ്മൾ അതിനെ കൂൾ ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും സോളിഡായിട്ട് തന്നെ മാറും. നിങ്ങൾക്ക് അറിയാമല്ലോ, മെഴുകുതിരി നമ്മൾ ഉരുക്കി കഴിയുമ്പോൾ അതിങ്ങനെ ഒലിച്ചിറങ്ങില്ലേ, പിന്നെ അത് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും എന്താവും? പഴയ ആ ഒരു കട്ടിയുള്ളതിലേക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അത് സോളിഡ് തന്നെ ആയിട്ട് മാറുന്നു. നെക്സ്റ്റ് ചോദ്യം ഇതാണ്, ഹീറ്റ് ദ വാക്സ് ഇൻ ദ സ്പൂൺ ഫോർ എ ലോങ്ങർ ടൈം, ഡു യു സീ വാട്ട് ചേഞ്ച്? അപ്പം നമ്മൾ കുറച്ച് നേരം കൂടെ ആ സ്പൂണിൽ തന്നെ ആ വാക്സ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറച്ചു നേരം കൂടെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താവാൻ തുടങ്ങും? വേപ്പർ ആവാൻ തുടങ്ങും അല്ലേ? അത് വീണ്ടും ഗ്യാസ് ഫോമിലേക്ക് ആവാൻ തുടങ്ങും. സോ അടുത്ത അവരുടെ പറഞ്ഞിരിക്കുന്നത്, വേർ ഡിഡ് ദ വാക്സ് ഗോ? ഡിസ്കസ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് വാക്സ് ഓൺ ഹീറ്റിംഗ്. അപ്പോൾ നമ്മളുടെ അവിടുത്തെ ചോദ്യം എന്താ? വീണ്ടും ചൂടാക്കി എന്ത് സംഭവിക്കും? വെള്ളത്തിന് എന്താ സംഭവിക്കുക? എഗൈൻ ചൂടാക്കി നീരാവിയായി പോകും. അതേപോലെ തന്നെയാണ് വാക്സ് എഗൈൻ ചൂടാക്കി കഴിയുമ്പോൾ വാക്സും വേപ്പറായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ് ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ. എക്സ്പെരിമെൻ്റ് ഞാൻ വായിക്കുന്നില്ല, എക്സ്പെരിമെൻ്റ് നിങ്ങൾ വായിച്ചു നോക്കിക്കൊള്ളുക. മെറ്റീരിയൽസും എന്ത് എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യേണ്ടതെന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സിറ്റുവേഷനിൽ നിങ്ങൾ ജസ്റ്റ് ഇത് വായിക്കുക കേട്ടോ. എല്ലാം ഇതിൽ തന്നെ തന്നിട്ടുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇൻ ദ എക്സ്പെരിമെൻറ്റ് യു കണ്ടക്റ്റഡ്, വാട്ട് വാസ് ദ സ്റ്റേറ്റ് ഓഫ് ദ വാക്സ് ബിഫോർ ഹീറ്റിംഗ്? അപ്പോൾ ചൂടാക്കുന്നതിന് മുമ്പ് വാക്സ് ഏത് രൂപത്തിലായിരുന്നു? സോളിഡ് ആയിരുന്നു. വാട്ട് ചേഞ്ച് ഒക്കേർഡ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് വെൻ ഹീറ്റഡ്? ഹീറ്റ് ആയതിനു ശേഷം എന്താണ്? ടേൺഡ് ഇൻ ടു ലിക്വിഡ് ഫോം ആയി. അടുത്തത്, ടു വിച്ച് സ്റ്റേറ്റ് ഡിഡ് ഇറ്റ് ചേഞ്ച് ഓൺ ഹീറ്റിംഗ് ഫർദർ? എഗൈൻ ചൂടാക്കിയപ്പോൾ അതെന്തായി മാറുന്നു? ആ ലിക്വിഡ് രൂപത്തിലുള്ളത് വേപ്പർ ആയിട്ട് മാറുകയാണ് കേട്ടോ. ലിക്വിഡ് ടേൺ ഇൻ ടു വേപ്പർ. To which state did the vaporized wax change on cooling? Again അത് കൂൾ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ആണ് കേട്ടോ. ഇത്രയും വലിച്ചു നീട്ടി എഴുതണമെന്നില്ല, സോളിഡ് എന്ന് എഴുതിയാലും മതി. On cooling the vaporized wax changed into liquid state and then to solid state. Did the wax turn into a new substance when its state changed? ഉത്തരം വരുന്നത് no. The wax did not turn into a new substance when its state changed. Is the change that occurred to the wax permanent or temporary? അപ്പോൾ ഈ മെഴുകിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റം പെർമനൻ്റ് ആണോ ടെമ്പററി ആണോ? അത് ടെമ്പററി ആണ് കേട്ടോ. നമുക്ക് മെഴുകിനെ രൂപം മാറ്റി എഗൈൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. The change that occurred to the wax is temporary ആണ്. അടുത്തത് വരുന്നത് നമുക്ക് തന്നിട്ടുള്ളത് ബ്ലോക്ക് ഓഫ് വാക്സ്, ഒരു കഷ്ണം മെഴുക് തന്നു, ചൂടാക്കുകയാണ്, നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യാണ് ഇവിടെ അടിയിൽ എഴുതേണ്ടത്. അപ്പോൾ എന്ത് സംഭവിക്കും? വാക്സ് മെൽറ്റായിട്ട് ലിക്വിഡായി മാറുന്നു. എഗൈൻ ഹീറ്റ് ചെയ്യണു, റിസീവ്സ് ഹീറ്റ് എനർജി തന്നെയാണ്. ഈ മോൾട്ടൻ വാക്സ് വേപ്പറായിട്ട് മാറും. പിന്നെ അത് കൂൾ ഡൗൺ ചെയ്യുക. കൂൾ ഡൗൺ പറഞ്ഞാൽ റിലീസസ് ഹീറ്റ് എനർജിയാണ്. അപ്പോൾ വാക്സിൻ വേപ്പർ സ്റ്റേറ്റ് എന്തായി മാറുന്നു? ലിക്വിഡായി മാറുന്നു. എഗൈൻ കൂൾ ഡൗൺ ചെയ്യുക, റിലീസസ് ഹീറ്റ് എനർജിയാണ്. എഗൈൻ എന്താവും? അത് ബ്ലോക്ക് ഓഫ് വാക്സ് ആയിട്ട് തന്നെ മാറും. അപ്പോൾ ഇത് ഇങ്ങനെ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇതുപോലെ നിങ്ങളുടെ അടുത്ത് ഇത് ഞാൻ വായിക്കുന്നില്ല, ജസ്റ്റ് വായിക്കാനുള്ളതേ ഉള്ളൂ. ഇവിടെ എല്ലാം ഹീറ്റ് റിസീവും ചെയ്യുന്നുണ്ട്, റിലീസും ചെയ്യുന്നുണ്ട് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ ഗീ, കോക്കനട്ട് ഓയിലൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് സോളിഡിഫൈ ചെയ്യാം, തിരിച്ചു ആക്കാൻ പറ്റുന്നതാണ്. ബട്ട് ഈ ചേഞ്ച് എന്ന് പറയുന്നത് ടെമ്പററി ആയിരിക്കും കേട്ടോ ഇതിലൊക്കെ.
So far we have discussed the changes in the physical properties of substances like size, shape and state. Such changes are physical changes. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളെ നമ്മൾ ഭൗതിക മാറ്റങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയും. നോ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ് ത്രൂ ഫിസിക്കൽ ചേഞ്ചസ്. ഫിസിക്കൽ ചേഞ്ചസിൽ ഒരിക്കലും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പം നമുക്ക് ഫിസിക്കൽ ചേഞ്ച് എന്താണെന്ന് നോക്കിയാലോ. ഈ പാരഗ്രാഫാണ്. Changes in the physical properties of substances such as size, shape and state are called changes in the physical properties of substances such as size, shape and state are called physical changes. Expanding, melting, breaking and tearing all physical changes are. No new substances are formed due to these physical changes. In some physical changes, energy is either absorbed or released. In physical changes in daily life, what do we do with broken and unusable plastic items at home? ചോദിച്ചിട്ടുണ്ട്. പൊട്ടിയതോ അതല്ലെങ്കിൽ യൂസ് ചെയ്യാത്തതോ ആയ പ്ലാസ്റ്റിക് ഐറ്റംസിന് നമ്മൾ എന്താണ് ചെയ്യുക? Making decorative items, giving them to Haritha Karma Sena, used for planting plants, used for collecting waste materials. Can these items be recycled? Can any products be made by utilizing changes in physical state? How is the change of state made useful in recycling? അപ്പോൾ ഇത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണല്ലേ ചോദ്യം. അപ്പം നമുക്കിനി റീസൈക്ലിംഗ് എന്താണെന്ന് നോക്കാം. റീസൈക്ലിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീണ്ടും അതിനെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക. നമ്മൾ വീടുകളിലൊക്കെ പ്ലാസ്റ്റിക് കൊടുക്കുമല്ലോ അല്ലേ. അപ്പോൾ പ്ലാസ്റ്റിക് കൊടുക്കുമ്പോൾ അവരത് എന്താ ചെയ്യുക? അത് വീണ്ടും വേറെ രൂപത്തിൽ അതിനെ റീസൈക്കിൾ ചെയ്ത് കൊണ്ടുവരും അല്ലേ. അത് തന്നെയാണ് റീസൈക്ലിംഗ്. Plastic carry bags and other plastic items thrown around carelessly cause major environmental issues. Most of them can be recycled into new items. Metals like iron, brass and aluminum can also be recycled in this way. ഇനി റീയൂസ് ചെയ്യാം. റീസൈക്ലിംഗ് കഴിഞ്ഞാൽ റീയൂസ് എന്താ? റീയൂസ് പറഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാം. അത് നമുക്ക് വേറൊരു രൂപത്തിൽ ഇപ്പം നിങ്ങൾ ഇത് നോക്കൂ, ഇവിടെ ടയറൊക്കെ കണ്ടു. ടയർ നമ്മൾ വലിച്ചെറിയുന്നതിന് പകരം ഇങ്ങനെ പൂക്കളൊക്കെ വളർത്താൻ ഉപയോഗിക്കാം. ഇതുപോലെ മൂടികൾ, പ്ലാസ്റ്റിക് മൂടികൾ ഇതുപോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ചെടികൾ വെക്കാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. Let's protect nature. When plastic burns, poisonous gases harmful to living organisms are produced. Reusing and recycling plastic instead of throwing it away or burning is an act of nature conservation. Protect nature by proper utilization of physical changes. അപ്പോൾ ഒരിക്കലും നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുക. അതിൽ നിന്ന് വരുന്ന പുക ഭയങ്കര ദോഷകരമാണ് അല്ലേ. ഇന്നും ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നുണ്ട്. അത് ചെയ്യാതിരിക്കുക. പ്ലാസ്റ്റിക് ഒക്കെ റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, വലിച്ചെറിയുന്നതിന് പകരം. അങ്ങനെ നമുക്ക് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റും. ഇനി നോക്കൂ, അടുത്തത് നമുക്ക് ഫിസിക്കൽ ചേഞ്ച് വരുന്ന കുറച്ച് സിറ്റുവേഷൻസ് ആണ്. ഗ്രൈൻഡിങ് റൈസ്. അപ്പോൾ എന്ത് സംഭവിക്കും? അരി ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് കുറയും, പൗഡറായി മാറും. അരി പൊടിച്ചു കഴിഞ്ഞാൽ കേട്ടോ പൗഡർ ആവണു. ഇനി ടിയറിങ് പേപ്പർ. പേപ്പർ ചുരുട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പും ചേഞ്ചും സൈസും ചേഞ്ച് ആവണം. കട്ടിങ് വെജിറ്റബിൾസ്, സൈസ് ആൻഡ് ഷേപ്പ് ചേഞ്ച്, നോ ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ്. സ്ട്രെച്ചിങ് എ റബ്ബർ ബാൻഡ്. റബ്ബർ ബാൻഡ് വലിച്ചാൽ ഷേപ്പ് ചേഞ്ച് ആവും. റിട്ടേൺസ് ടു ഒറിജിനൽ ഫോം വെൻ റിലീസ്ഡ്. ബ്രേക്കിംഗ് എ ചോക്ക് സ്റ്റിക്ക്. ഒരു ചോക്ക് സ്റ്റിക്ക് പൊട്ടിച്ച, സൈസ് ആൻഡ് ഷേപ്പ് ചേഞ്ച്, നോ ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ്. അപ്പോൾ ഇതെല്ലാം ഫിസിക്കൽ ചേഞ്ച് ആണോ? ആണല്ലേ. Changes in this way too. Haven't you seen paper and wood burning? What changes does happen here? Compare it with physical change. You have already understood that when paper is cut to make new shapes, the substance in the pieces of paper and the paper do not change. പേപ്പർ ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും പേപ്പർ വേറെ ഷേപ്പായിട്ട് മാറുന്നില്ല അല്ലേ. പക്ഷെ നമ്മൾ മരം കത്തിച്ച് കഴിഞ്ഞാൽ, മരക്കഷ്ണം, ഫയർവുഡ്, നമ്മൾ അടുപ്പിലിടുന്ന മരക്കഷ്ണങ്ങൾ ബേൺ ചെയ്ത് കഴിഞ്ഞാലോ അത് തിരിച്ച് പഴയ പോലെ ആക്കാൻ പറ്റുമോ? നമുക്ക് ഇല്ല. അപ്പോൾ അതെന്ത് ചേഞ്ചാണ്? അത് കെമിക്കൽ ചേഞ്ചാണ്, അത് പെർമനൻറ്റ് ചേഞ്ചാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഫിസിക്കൽ ചേഞ്ച് ടെമ്പററി ചേഞ്ചും കെമിക്കൽ ചേഞ്ച് പെർമനൻറ്റ് ചേഞ്ചുമാണ്. ഇനി നമുക്ക് അതാണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അതിനൊരു എക്സ്പെരിമെൻ്റ് ഇവിടെ തന്നിട്ടുണ്ട് ചെയ്യാൻ. എക്സ്പെരിമെൻ്റ് നിങ്ങൾ വായിച്ചോളൂ. എക്സ്പെരിമെൻ്റ് വായിച്ചാൽ സമയം ഒരുപാട് നമ്മൾ വീഡിയോ ലെങ്തി ആവും. എക്സ്പെരിമെൻ്റ് ഞാൻ വായിക്കുന്നില്ല. അതിനെ തുടർന്നുള്ളത് ഞാൻ പറയാം. ടാബ്ലേറ്റ് ദി ചേഞ്ച് ദാറ്റ് ഒക്കോർ ടു ഷുഗർ അറ്റ് ഈച്ച് സ്റ്റേജ് ആണ്. അപ്പം നമ്മളിവിടെ പഞ്ചസാരേനെയാണ് ചൂടാക്കുന്നത്. ആദ്യം ചെറുതായി ഒന്ന് ചൂടാക്കി. ഓൺ മൈൽഡ് ഹീറ്റിങ്ങിൽ കളറൊന്നും ചേഞ്ച് ആവില്ല. സ്റ്റേറ്റ് ഉരുകാൻ തുടങ്ങും. ടേസ്റ്റ് സ്വീറ്റ് തന്നെ ആയിരിക്കും. പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഫോം ആവുന്നില്ല. നോ. ഇനി മോൾട്ടൺ ഷുഗർ, വീണ്ടും നമ്മൾ മോൾട്ടൺ ഷുഗറിനെ ഹീറ്റ് ചെയ്താൽ ലൈറ്റ് ബ്രൗൺ കളറാവും. തിക്ക് ലിക്വിഡായി മാറും. സ്വീറ്റ് അല്ലെങ്കിൽ ബിറ്റർ ടേസ്റ്റ് വരും. നോ. പുതിയ സബ്സ്റ്റൻസ് ഒന്നുമില്ല. ഇനി വീണ്ടും കൂടുതൽ നേരം ചൂടാക്കിയാൽ പഞ്ചസാര ബ്ലാക്ക് കളറിലായിട്ട് മാറും.
പിന്നീട് അതിൻ്റെ സ്റ്റേറ്റ് സോളിഡ് ഓർ സ്റ്റിക്കി ആയിട്ട് മാറും, ബിറ്റർ ടേസ്റ്റ് ആവും, കയ്പാവും, പിന്നെ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുകയും ചെയ്യും. Analyze the changes and characteristics of the substances formed here. Are charcoal the black substance obtained at the end and the sugar same? What is the reason for the change in taste? അപ്പോൾ അതിൻ്റെ ആൻസർ ആണ് ഹിയർ എ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. ദ ബ്ലാക്ക് കളർ സബ്സ്റ്റൻസ് ഒബ്റ്റൈൻഡ് അറ്റ് ദ എൻഡ് ഈസ് ചാർക്കോൾ. ചാർക്കോൾ ആണ് അവസാനം ഫോം ആവുക കേട്ടോ. ഇത് പെർമനൻറ്റ് ചേഞ്ച് ആണ്. ഇനി ആ സബ്സ്റ്റൻസിനെ എഗൈൻ കൂളാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പഴയതുപോലെ ആക്കാൻ പറ്റുമോ നമുക്ക്? പറ്റുമോ നോക്കാം. The black substance obtained at the end and the sugar are not the same. The new substance formed by heating sugar is charcoal. അപ്പോൾ നമുക്ക് വീണ്ടും അതിനെ പഞ്ചസാര ആക്കാൻ പറ്റില്ല. പഞ്ചസാരേനെ ചൂടാക്കി നമ്മൾ ചാർക്കോൾ ആക്കി മാറ്റി. ഈ ചാർക്കോളിനെ നമുക്ക് ഒരിക്കലും പഴയ രീതിയിലേക്ക് ഷുഗർ ആക്കി എടുക്കാൻ പറ്റില്ല. ബിക്കോസ് അവിടെ എന്താണ് സംഭവിച്ചത്? കെമിക്കൽ ചേഞ്ച് ആണത്. അതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. ഇത് എഴുതിയെടുക്കണം. അടുത്ത നിങ്ങൾക്കൊരു എക്സ്പെരിമെൻ്റ് ആണ്. മാച്ച് ബോക്സും മഗ്നീഷ്യം റിബണും സാൻഡ് പേപ്പറും വെച്ചിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. പെർമനൻറ്റ് ചേഞ്ചസിനുള്ളതാണ് കേട്ടോ. അത് ഞാൻ പറയുന്നില്ല. കെമിക്കൽ ചേഞ്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്നായിരിക്കും കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് പാർട്ട് 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി പാർട്ട് 2 ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.